കേരളം കർഷകരെ മറന്നോ എന്ന ഫാർമർ ഫസ്റ്റിൻ്റെ അന്വേഷണം എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ന് നമ്മളുള്ളത് ചേർത്തലയിലുള്ള ശ്രീ CG പ്രകാശൻ എന്ന ജൈവ കർഷകൻ്റെ കൃഷിയിടത്തിലാണ്. നിരവധി അവാർഡുകൾ, അക്ഷയശ്രീ സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ കർഷകനാണ് ശ്രീ പ്രകാശൻ. അദ്ദേഹത്തിൻ്റെ കൃഷിയിടം വളരെ വൈവിധ്യമുള്ളതാണ്. എല്ലാതരം പച്ചക്കറികളും കിഴങ്ങുവിളകളും നെല്ലും ഉൾപ്പെടെ സകലതും കൃഷി ചെയ്യുന്നൊരു ജൈവ കർഷകനാണ് ശ്രീ പ്രകാശൻ. ഇന്ന് കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. പ്രകാശേട്ടാ ഇപ്പോൾ 45 കൊല്ലമായല്ലോ കൃഷിയിൽ നിൽക്കുന്നത്. അതിലിപ്പോൾ ഏകദേശം ഒരു 10-18 വർഷമായിട്ട് പൂർണ്ണമായിട്ടും ജൈവ കൃഷി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയും ഇന്നത്തെ കർഷകരുടെ അവസ്ഥയും കൂടി കമ്പയർ ചെയ്യുന്ന നേരം എന്താണ് പ്രകാശേട്ടന് തോന്നുന്നത്? ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഒന്നാമത് കൃഷി വകുപ്പിൻ്റെ പല നിർദ്ദേശങ്ങളും കർഷകരെ സംബന്ധിച്ച് പല ബുദ്ധിമുട്ടാണ്. നെല്ല് കയറ്റിവിട്ടാൽ നെല്ലിൻ്റെ പൈസ കിട്ടത്തില്ല. ഈ കൂലി ചിലവെന്നൊക്കെ പറഞ്ഞ് നെൽകൃഷി കിട്ടാനുണ്ട്, അതും കിട്ടിയിട്ടില്ല. ഒരു പ്രൊഡക്ഷൻ ബോണസ് ഒന്നും കൊണ്ട് സർക്കാരിൻ്റെ കിട്ടാറുണ്ടായിരുന്നു, അത് വർഷങ്ങളായി കിട്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലൊന്നും ഒരൂല്യവും കർഷകർ കിട്ടുന്നില്ല. അല്ല, ഈ കൂലിയുടെ കാര്യം 40 രൂപ ഇവിടെ പറമ്പിൽ പണിയെടുക്കുന്ന ഒരു തൂമ്പ പണിക്കാരന് കൂലി ഉണ്ടായിരുന്നപ്പോൾ അരിക്ക് 8-10 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്ര വർഷം മുമ്പായിരിക്കും? അതൊരു 30 വർഷത്തിന് മുമ്പാണ്. 30 വർഷം മുമ്പ്. ഇപ്പോൾ 1100-1200 രൂപ ഈ പറമ്പിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളി മേടിക്കുന്നുണ്ട്. അരിയുടെ വില എന്തോ അങ്ങേറ്റം 35 രൂപ. അത് തന്നെയല്ല, ഇത് ഈ പുതിയ തലമുറയെക്കുറിച്ച് ഇതൊരു വില കുറഞ്ഞ പ്രവൃത്തിയായിട്ടാണ് ഇപ്പോഴും പൊതുജനം കരുതുന്നത്. ഇതിനൊരു മാന്യതയില്ല. ഒരു കർഷകനെ സംബന്ധിച്ച് അർഹമായ മാന്യത ലഭിക്കണം. അവൻ ഈ മേഖലയായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന് സുഖമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇപ്പോൾ ഉൽപ്പാദനം ഒരു പ്രശ്നമല്ല, വിപണനമാണ്. ന്യായമായ വില കിട്ടാത്തതാണ് ഒരു ഉൽപ്പാദനം. എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നിൽ കാണുന്ന പോലെ എത്രയുണ്ട്. ഇപ്പോൾ എല്ലാം മിഷനറി ആയി കഴിഞ്ഞ്. ഇപ്പോൾ പണ്ട് പൈപ്പിട്ട് നനയ്ക്കായിരുന്നു, അതിപ്പോൾ ട്രിപ്പാണ്. സ്വിച്ച് ഓൺ ചെയ്താൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് നന നടക്കും. പക്ഷെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ ഒരു മാർക്കറ്റ് കണ്ടെത്തണ്ടേ? ഈ 1-2 ദിവസം കണ്ടെത്തിയാൽ പോരല്ലോ. ഇപ്പോൾ വെണ്ട, പയർ, പടവലം, പാവലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഒരു 2-2.5 മാസം നല്ല വിളവുണ്ടാകും. അപ്പോൾ ആ വിളവ് മുഴുവൻ എല്ലാ ദിവസവും എടുത്ത് മാർക്കറ്റിലെത്തിച്ച് നമുക്ക് ചിലവാക്കണം. അതിൻ്റെ ന്യായമായൊരു വിലയും കിട്ടിയില്ലെങ്കിൽ, ഇത് പകുതി വിൽക്കാൻ നന്നായിട്ട് വിൽക്കാൻ പറ്റും, പകുതി വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പണി തീർന്നു. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിംഗ് കോഴ്സ് പഠിച്ചിട്ടാണല്ലോ പ്രകാശേട്ടൻ കൂടുതലും ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ആയിടെ ഞാൻ വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു 10 വർഷം മുമ്പേ നന്നായിട്ട് പാടത്ത് പച്ചക്കറികളെല്ലാം വിളഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആയിടെ പ്രകാശേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ചേർത്തല താലൂക്കിലേക്ക് അന്ന് മോഹൻദാസേട്ടൻ ഉണ്ടായിരുന്നു. മോഹൻദാസേട്ടനും പ്രകാശേട്ടനും കൂടി മതി പച്ചക്കറി കൊടുക്കാൻ, അത്രയും ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. ജൈവ കൃഷിയിലൂടെ ഇത്രയും നമുക്ക് സാധ്യമാണോ? ഒരു സംശയവും വേണ്ട, നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. രാസകൃഷിയിൽ നിന്നും നമ്മൾ ജൈവ കൃഷിയിലോട്ട് വരുമ്പം ആ തുടക്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു 3 വർഷം ഇച്ചിരി കുറവുണ്ടായി പല ഇതിനും. നമ്മളുടെ മനസ്സിലും അടിച്ചു കയറ്റിയിരിക്കുന്നത് രാസവള കൃഷിയാണ് ഇവർ. അപ്പോൾ ഇതിലോട്ട് ഒരുമാതിരിപ്പെട്ടവർക്ക് പെട്ടെന്ന് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഇവൻ്റെ മനസ്സും ഒന്ന് അതിലോട്ട് വരണം. ആദ്യം മനസ്സിൽ വരണം ജൈവ കൃഷി, എന്നെങ്കിലേ അത് ശരിയാണ്. അപ്പോൾ പിന്നെ ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരാൾക്കൊരു കൃഷിക്കാരനാകാനൊക്കെ അല്ല. അവൻ കുറേ നാൾ ജോലി ഈ മണ്ണിൽ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു കർഷകനാകാനൊക്കെ ഉള്ളൂ. എന്നെങ്കിലേ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിനകത്ത് എടുത്ത് ചാട്ടം പാടില്ല, അഹങ്കാരവും പാടില്ല. മണ്ണൊരുക്കുന്നത് അതിപ്രധാനമാണ്, മണ്ണിലെ വളം ചേർക്കുന്നതും അതിപ്രധാനമാണ്. അത് രാസവളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഒരു ജൈവ മനസ്സ് വന്നെങ്കിൽ മാത്രമേ ഒരു കർഷകനെ കൊണ്ട് ജൈവ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഈ മണ്ണിനോട് ആർത്തി കാണിക്കരുത്. മണ്ണിനെ നമ്മൾ പൊന്നുപോലെ പുതച്ച് സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വരും തലമുറയ്ക്ക് സർവ്വ സുഖത്തോടു കൂടി ജീവിക്കാൻ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അതിനെ കൊല്ലരുതും, ഒരു കാരണവശാലും മണ്ണിനോട് ആർത്തി കാണിക്കരുതും എന്നാണ് എന്നോട് പറയാനുള്ളത്. 100% ജൈവകൃഷി വിജയകരമാണെന്നുള്ളത് ഉറപ്പാണ്.